കൂട്ടുകാരെ, ഇത് നമ്മുടെ കോഴിയുടെ ചങ്ക കേട്ടോ, ഹൃദയം. അപ്പോൾ ഇത് ടച്ചിങ്സിന് അടിപൊളിയാണ്. ഇതിന് ലിവറും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും, ക്യാപ്സിക്കം ഒക്കെ ഇട്ട്. ലിവർ കിട്ടിയില്ല, അതുകൊണ്ട് ചങ്ക് മാത്രമായിപ്പോയി. കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ പെരിഞ്ചീരകം, പിന്നെ കുറച്ച് ജാതിപത്രി, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ സവാള കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, നമ്മൾ ടച്ചിങ്സ് ആയതുകൊണ്ട് ഇച്ചിരി എരി വേണമല്ലോ, ഇച്ചിരി ഏറെ മുളക് പൊടി വേണം. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ചുകൂടി ഇടുവാണേ. നമ്മുടെ മൂത്ത മണം വന്നു കഴിയുമ്പോഴത്തേനെ തക്കാളി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചങ്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് സെറ്റാക്കി. നമ്മുടെ ഡയറ്റൊക്കെ കഴിഞ്ഞുകൊണ്ട് രണ്ട് ചെറുതടിക്കാമെന്ന് വിചാരിക്കുന്നു. ഡയറ്റ് കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് ഡയറ്റ് നിർത്തിയിട്ടില്ല. ഒരു നേരമൊക്കെ ഞാൻ ഡയറ്റ് ഫുഡാണ് കഴിക്കുന്നത്, ബാക്കി സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ അല്ലാത്ത ഫുഡ് കഴിക്കുന്നത്. രാവിലെ ആണെങ്കിലും ഇപ്പോൾ ഇന്ന് കഴിച്ച ഒറ്റ ദോശയേ കഴിച്ചുള്ളൂ. വിദ്യ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റാന്ന് പറഞ്ഞ് വരും, പിന്നെ മുങ്ങും. ഞാൻ പിന്നെ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചാൽ പിന്നെ കട്ടാൻ ഡയറ്റാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നോക്കാം. നമ്മുടെ ചങ്കന്തമായി നോക്കാം. വെള്ളമെല്ലാം പറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം, എന്നാലും അതിൻ്റെ ഒരു സൂപ്പറാകത്തുള്ളൂ. കോഴിയുടെ ചങ്ക് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്ത് ഗരം മസാല, ഇത് നമ്മുടെ സ്പെഷ്യലാണേ, വിദ്യ പൊടിക്കുന്ന, നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം ഗരം മസാല ടച്ചിങ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി കൂടുതലൊക്കെ ചേർക്കുന്നത്, അല്ലെങ്കിൽ ചേർക്കത്തില്ല, അത്രയും ഇടത്തില്ല. പൊടിച്ചില്ല, മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് അങ്ങ് തിരിച്ചങ്ങ് ഇടുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മസാലയും കോഴിച്ചങ്കും തീ കൂട്ടി വെച്ച് അങ്ങോട്ട് വരട്ടി അങ്ങ് ഡ്രൈ ആക്കി എടുക്കണം. അത് ടേസ്റ്റാണെന്നറിയാവോ? ടച്ചിങ്സിനോട് അടിക്കാൻ ബിയറിൻ്റെ കൂടെയും വൈൻ്റെ കൂടെയും വിസ്കിയുടെ കൂടെ ബ്രാൻഡിയുടെ കൂടെ ഒക്കെ അടിക്കാൻ നല്ല സൂപ്പർ സാധനം. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇതെല്ലാം അടിപൊളി ഡ്രൈ ആയിട്ടുണ്ട്, കുട്ടപ്പനായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ടച്ചിങ്സ് ആകുമ്പോൾ സമയമാകുമ്പോൾ നമുക്ക് എടുക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളി സാധനം കേട്ടോ. ചിക്കൻ്റെ ഇതെടുക്ക്, പപ്പടം എടുത്തില്ല, എടുത്തോളാം. ഒരു 2 more കൂടെ കഴിച്ചിട്ട് മതി. ഓക്കെ, പാത്രം ഉണ്ടല്ലോ. കഴിക്കാൻ തുടങ്ങിയ അടിപൊളി സാധനം, അടിപൊളിയായിട്ട്. വലിയ പ്രതീക്ഷയോടെ മാങ്ങ നമ്മുടെ ചിക്കൻ്റെ ചങ്കൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. പുള്ളി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് മോള് കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് മാങ്ങ തന്നെ തിന്നുക, മാങ്ങയല്ല ചങ്ക് തന്നെ തിന്നുക. നാട്ടിൽ ഞങ്ങൾ ഇതിന് റബ്ബർ എന്ന് പറയും, നമ്മുടെ അവിടെ മണിക്കൂർ പറയുന്ന റബ്ബർ. നല്ല രുചിയായിട്ട് ഈ സാധനത്തിന്. താങ്ക് യു ഫ്രണ്ട്സ്.